Hi friends, welcome to Cooperative Winner. Today I am going to discuss about Basel norms. അപ്പോൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് Basel norms എന്നുള്ള ഏരിയ. അപ്പോൾ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസിൽ ഒരു ഏരിയ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് എന്നുള്ള ഏരിയയിൽ ഒരു ഭാഗമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്, അതുപോലെ തന്നെ ടയർ 1, ടയർ 2, Basel norms ആയിട്ടുള്ള Basel 1, 2, 3 ഇത്രയും ഏരിയാസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ബാങ്കിങ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്, ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം എന്താണ് Basel norms എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Basel norms എന്നുള്ള ഏരിയയാണ്. ബേസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലൊരു സിറ്റിയാണ് ബേസൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊരു സിറ്റിയാണ് ബേസൽ. അപ്പോൾ ബേസൽ എന്നുള്ള പ്ലേസിൽ കുറച്ച് പേര് ചേർന്നിട്ട് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് BIS, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ദാറ്റ് ഈസ് BIS, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് BIS. അതിൻ്റെ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ഓക്കെ, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ബേസൽ എന്നുള്ളൊരു പ്ലേസിൽ വെച്ച് രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. അതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ബാങ്കിങ് സെക്ടർ, അതുപോലെ തന്നെ കോമൺ സ്റ്റാൻഡേർഡ്, ടു ക്രിയേറ്റ് എ കോമൺ സ്റ്റാൻഡേർഡ് ഇൻ ബാങ്കിങ് സെക്ടർ. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഫസ്റ്റ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് ബാങ്ക്സൊക്കെ വളരെ വീക്കായിട്ടാണ് അന്ന് ഫങ്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ബാങ്കിങ് സെക്ടറിൽ. അതുപോലെ തന്നെ എല്ലാ ബാങ്കിനും കോമൺ ആയിട്ടുള്ള റൂൾസും റെഗുലേഷനും സ്റ്റാൻഡേർഡും ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതായിരുന്നു ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് കമ്മിറ്റീൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇങ്ങനെ കമ്മിറ്റിയിൽ 60+ മെമ്പർ കൺട്രീസ് ഉണ്ടായിരുന്നു. ഇതിൽ മെമ്പറായിട്ട് 60ലധികം കൺട്രീസ് ഇതിൽ മെമ്പറായിരുന്നു. അപ്പോൾ ഓരോ കൺട്രീൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറൊക്കെ എന്ത് ചെയ്യും, മീറ്റിംഗ് അല്ലേ, ഈ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കോമൺ സ്റ്റാൻഡേർഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും, ഡിസ്കഷൻ നടത്തും. എന്നിട്ട് അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കും. അങ്ങനെ ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഈ നേരത്തെ രൂപീകരിച്ചൊരു കമ്മിറ്റി ഉണ്ടല്ലോ, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റും 10 കൺട്രീസും 10 കൺട്രീസും ചേർന്നിട്ട് ഒരു പുതിയൊരു കമ്മിറ്റി രൂപം കൊടുത്തത്. ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റും അതുപോലെ തന്നെ 10 കൺട്രീസും, G10 കൺട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം, 10 കൺട്രീസും ചേർന്ന് എന്ത് ചെയ്തു, ഒരു പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റീൻ്റെ പേരാണ് BCBS. എന്താണ് BCS? ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം പഠിച്ചേക്കണം, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ, ദാറ്റ് ഈസ് BCBS. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ 1974. ഇത് 1974 ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ഈ കമ്മിറ്റീൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അന്ന് സ്റ്റീഫൻ ഇംഗ്വസ് ആയിരുന്നു അന്നത്തെ ഹെഡ് എന്ന് പറയുന്നത്. സ്റ്റീഫൻ ഇംഗ്വസ് ആയിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ BCBSൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. 1974 സ്റ്റാർട്ട് ചെയ്തത്. ഇയർ മറക്കണ്ട, ഫുൾ ഫോം മറക്കണ്ട. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയാണ് BCBS, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷനാണ്. ദേ ഇൻട്രൊഡ്യൂസ് ബേസൽ നോംസ്, ബേസൽ 1, ബേസൽ 2, ബേസൽ 3, അങ്ങനെ 3 ടേമും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. ഓക്കെ, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് നമുക്ക് Basel 1 എന്താണെന്ന് നോക്കാം. ബേസൽ നോംസ് എന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും കോമൺ സ്റ്റാൻഡേർഡ് ബിൽഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബേസൽ നോംസ് BCBS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ബേസലും 1, 2, 3 എന്നുള്ള രീതിയിൽ പഠിക്കാം. Basel 1 എന്താണെന്ന് നോക്കാം. Basel 1 ഫോംഡ് ഇൻ ദ ഇയർ 1988. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇന്ത്യ ഇൻ 1999. അപ്പോൾ ഇയർ പഠിക്കാൻ സുഖമല്ല. 1988 Basel 1 വന്നത്. ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയത് 10 വർഷം കൂടി കഴിഞ്ഞിട്ടല്ലേ, 99 അല്ലേ. ഓക്കെ, 10 വർഷമല്ല, 11 വർഷം അല്ലേ. ഓക്കെ,
അപ്പോൾ ഫോം ചെയ്ത് 1988 ഇന്ത്യയിലേക്ക് വന്നത് 1999 അപ്പോൾ 8899 അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഫോം ചെയ്ത് 1988, അത് ഇന്ത്യയിൽ വന്നത് 1999. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടു മിനിമൈസ് ദ ക്രെഡിറ്റ് റിസ്ക് എന്നായിരുന്നു. ടു മിനിമൈസ് ദ ക്രെഡിറ്റ് റിസ്ക്. എന്താ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ലോണിൻ്റെ റീപേയ്മെൻറ്റില്ലേ അത് റീപേ ചെയ്യുമോ അതോ കിട്ടുമോ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരും. അതിനാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുക. അത് നമ്മൾ ലോൺ കൊടുക്കുന്ന എമൗണ്ട് തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് റിസ്ക് ഇല്ലാതിരിക്കുള്ളൂ. അതിന് ലോൺ കൊടുക്കുമ്പോൾ അത് തിരിച്ച് കിട്ടണം, ഇല്ലെങ്കിൽ അതെന്താണ് ഒരു ക്രെഡിറ്റ് റിസ്ക് തന്നെയാണ്. ഫോർ ദിസ് ഇൻട്രൊഡ്യൂസ് എ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ക്രെഡിറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, Basel 1 പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രിൻസിപ്പിളാണ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, MCR എന്ന് പറയും, മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ. എന്താ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയാം. അതിന് മുമ്പ് നമുക്ക് എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്താണെന്ന് നോക്കാം. മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 8% ആണ്. അത് റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ 8% മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ SBI ഒരു 10 lakh rupees ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാണ്, ലോണായിട്ട് കൊടുക്കണം. ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു 10 ലക്ഷം രൂപ എന്ത് ചെയ്യാണ്, ലോണായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, 10 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു 10% നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒരു 10% നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത്രയും എമൗണ്ടായിട്ട് നമ്മൾ ലോൺ കൊടുക്കുകയല്ലേ, അപ്പോൾ അതിനൊരു റിസ്ക് ഉണ്ടായിരിക്കില്ല, കാരണം അത് തിരിച്ച് കിട്ടുമെന്നില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ 10% ആയിട്ട് എല്ലാ ബാങ്കും എന്ത് ചെയ്യണം, റിസ്ക് വെയ്റ്റഡ് അസറ്റ് മാറ്റി വയ്ക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ 10 lakhൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 1 lakh ആണല്ലോ. അപ്പോൾ 1 lakh rupees നമ്മൾ റിസ്ക് വെയ്റ്റഡ് അസറ്റായിട്ട് കണക്കാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ 8% നമ്മൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. ഈ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലേക്ക് ആ റിസ്ക് വെയ്റ്റഡ് അസറ്റ് കണക്കാക്കുന്ന 10%, 8% നമ്മൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. ക്ലിയർ ആയോ? ആ റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. 8% നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ മാറ്റി വയ്ക്കുകയാണ്. അതിനാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്, അതുപോലെ തന്നെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്രെഡിറ്റ് റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോൺ കൊടുക്കണതിൻ്റെ ഒരു 10% റിസ്ക് വെയ്റ്റഡ് അസറ്റായിട്ട് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഒരു 8% നമ്മൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു 8%, ഇപ്പോൾ അതിൻ്റെ 8% പറഞ്ഞാൽ 8000 രൂപ മാത്രമേ വരുള്ളൂ അല്ലേ. 1 lakhൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ 8000 രൂപ മാറ്റി വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു 10 lakhൻ്റെ ലോസ് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്ന എല്ലാവരും നമ്മളെ തിരിച്ച് റീപേ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെ എല്ലാ എമൗണ്ടും നമ്മൾ ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെച്ചാൽ ആ ഒരു മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ ഒരു ബിഗ് എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ റീപേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് Basel 1 പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് Basel 1 എന്നുള്ളത്. 1988 Basel 1, ഇന്ത്യയിൽ 1999. ടു മിനിമൈസ് ക്രെഡിറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് Basel 1 മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി Basel 2 എന്താണെന്ന് നോക്കാം. Basel 2 എന്ന് പറയുന്നത്, Basel 2 സ്റ്റാർട്ട് ചെയ്തത് 2004 2004 Basel 2 സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യക്ക് അപ്ലിക്കബിൾ ആയത് 2009. ഇന്ത്യക്ക് ഇത് അപ്ലിക്കബിൾ ആയത് 2009. ആ Basel 2 അല്ലെങ്കിൽ Basel 2 എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് 2004, ഇന്ത്യക്ക് അപ്ലിക്കബിൾ ആയത് 2009. ഓക്കെ, ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് 8% നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ കവർ ചെയ്യുന്ന റിസ്ക്, നേരത്തെ ക്രെഡിറ്റ് റിസ്ക് മാത്രമായിരുന്നു കവർ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ആ Basel 1 കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആണ്, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടാണ് Basel 2 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. Basel 2 എന്ന് പറയുന്നത് ഇവിടെ ക്രെഡിറ്റ് റിസ്ക് മാത്രമല്ല, ഓപ്പറേഷൻ റിസ്ക്കും അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്ക്കും കൂടി ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് റിസ്ക് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സാലറി അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ ലാൻഡ് അങ്ങനത്തെ ഒക്കെയുള്ള ഇഷ്യൂസ് വരില്ല, അതാണ് ഓപ്പറേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ, അതായത് ഇപ്പോൾ റിസഷനൊക്കെ വരികയാണെങ്കിൽ അതുപോലെയുള്ള മാർക്കറ്റിലുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ, അതാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ പ്രൊഡക്റ്റിൻ്റെ
പ്രൊഡക്റ്റിൻ്റെ സെല്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റ് റിസ്കിൽ വരിക. ദെൻ ഈ 3 റിസ്ക്കും കവർ ചെയ്യാൻ എന്തുണ്ട് 3 പില്ലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാസൽ 2-ൽ 3 പില്ലേഴ്സ് ഓഫ് ബാസൽ 2 എന്നാണ് പറയുക. അപ്പോൾ ആ പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് ആണ് സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്സ്. നെക്സ്റ്റ് ആണ് മാർക്കറ്റ് ഡിസിപ്ലിൻ. ഇത്രയും പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റാണ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. നമുക്കറിയാം സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ പ്രോസസ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് RBI എന്ത് ചെയ്യും, എല്ലാ ബാങ്കിനും പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യും. RBI അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിലത്തെ സെൻട്രൽ ബാങ്ക് എല്ലാം സൂപ്പർവൈസ് ചെയ്യും. അതായത് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്, അവരുടെ ഫങ്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ഇതാണെങ്കിൽ RBI എന്ത് ചെയ്യും, പണിഷ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അവാർഡോ അല്ലെങ്കിൽ ലൈസൻസൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ റിവ്യൂ ഉണ്ടായിരിക്കും RBIൻ്റെ ഭാഗത്ത് നിന്ന്. എങ്കിൽ മാത്രമേ ബാങ്കൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് മാർക്കറ്റ് ഡിസിപ്ലിൻ. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, പുതുതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ റിസഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരാതിരിക്കാൻ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ്, മാർക്കറ്റ് റേറ്റ്, ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് മാർക്കറ്റ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. മാർക്കറ്റിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിപ്ലിന് കൊണ്ടുവരിക. അപ്പോൾ ദീസ് ആർ 3 പില്ലേഴ്സ് ഓഫ് ബാസൽ 2. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് 2004 ഇന്ത്യയിൽ 2009. അപ്പോൾ 3 റിസ്ക് പറഞ്ഞു: ക്രെഡിറ്റ്, ഓപ്പറേഷൻ, മാർക്കറ്റ്. ദെൻ ഇത് കവർ ചെയ്യാനാണ് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, സൂപ്പർവൈസറി റിവ്യൂ പ്രോസസ്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിസിപ്ലിൻ. ഈ 3 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഇത് ഈ ബാസൽ 2-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, CRAR എന്നൊക്കെ പറയാം അല്ലേ. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റാണ്. ഇതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതിന് വേണ്ടിയില്ല ടു മെഷർ ദ റിസ്ക് റേറ്റ് അല്ലേ, അല്ലെങ്കിൽ ടു കവർ ദ റിസ്ക്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ റിസ്ക് റേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ റിസ്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ആ റിസ്ക് റേറ്റ് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു റേഷ്യോ CRAR എന്ന് പറഞ്ഞ റേഷ്യോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ക്യാൻ ബി ഇൻകേർഡ് ഇൻ ഫോം ഓഫ് ലോസ് ഫ്രം ദ ടോട്ടൽ ക്യാപിറ്റൽ. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ടു ഐഡൻറ്റിഫൈ ദ എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ക്യാൻ ബി incurred in form of loss from the total capital, that is capital adequacy ratio. Okay, then ഈ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോൻ്റെ ഒരു ഇക്വേഷനാണ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100. നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, CRR കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ വേറെ ഇക്വേഷനും കൂടി ഉണ്ട്, അത് ആ ഇക്വേഷൻ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാണ്. ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് അല്ലെങ്കിൽ എത്രമാത്രം റിസ്ക് നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളത് കിട്ടും. മുൻകൂട്ടി റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. അപ്പോൾ ഫ്യൂച്ചറിൽ അല്ലേ, നിയർ ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം റിസ്ക് വരും അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള വേറൊരു ഇക്വേഷനാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100 എന്നായിരുന്നു ആ ഇക്വേഷൻ. ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഈസ് ഈക്വൽ ടു Tier 1 + Tier 2 ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഈ Tier 1 + Tier 2 മീൻസ് ടോട്ടൽ ക്യാപിറ്റലാണ്. ഓക്കെ, ഇൻറ്റു 100 എന്നും കൂടെ ഉണ്ടായി നമ്മൾ അത്ര റേഷ്യോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ദെൻ Tier 1 എന്നുള്ളത് ഉദ്ദേശിക്കണമൊന്നുമില്ല, കോർ ക്യാപിറ്റലാണ്. Tier 2 എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ സബ്സിഡിയറി ക്യാപിറ്റലാണ് Tier 2. ഇപ്പോൾ Tier 1 വരെ മെയിനായിട്ട് ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രസൻറ്റ് ബാങ്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് റിസർവ് ഒക്കെയാണ് Tier 1 വരിക, കോർ ക്യാപിറ്റൽ. Tier 2 വരിക എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ്, അതൊക്കെയാണ് ഏതിൽ വരിക, Tier 2 വരിക. റിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനുള്ള ഇങ്കൊക്കെ ഉണ്ടായിരിക്കില്ല, അതാണ് Tier 2 വരിക. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഇങ്കൊക്കെ എന്താ വരിക, Tier 1 വരിക. ഇപ്പം നമുക്ക് റിസർവ് ആക്കി മാറ്റി വെച്ചതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ Tier 2 വരും.
ഓക്കെ, ക്ലിയർ ആയില്ലേ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടയർ 1 തന്നെയാണ്. അപ്പോൾ ടയർ 1 പ്ലസ് ടയർ 2 ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഇൻറ്റു 100. റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബേസൽ 2 2004 ഫോം ചെയ്തു, 2009 ഇന്ത്യയിൽ അപ്ലിക്കബിളായി. ക്രെഡിറ്റ്, മാർക്കറ്റ്, ഓപ്പറേഷൻ റിസ്ക്, ഈ 3 റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസൽ 2 ഫോം ചെയ്തത്. ബേസൽ 1ൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ബേസൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കേണ്ടത്? ബേസൽ 3 എന്താ നോക്കാം. ബേസൽ 3 ഇപ്പോൾ നമ്മൾ ബേസൽ 1ഉം ബേസൽ 2ഉം പറഞ്ഞു. അപ്പോൾ ബേസൽ 2ൻ്റെ കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി ബാങ്കിങ് സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി, ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ബേസൽ 3 ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ആരാണ് ഈ ബേസൽ നോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അല്ലേ. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അല്ലേ, BCBS. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇയറൊക്കെ മറക്കാതെ പഠിച്ച് വയ്ക്കുക. ബേസൽ 3 നമുക്ക് നോക്കാം. 2008 US റിസഷൻ ഉണ്ടായില്ലേ. റിസഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ. അപ്പോൾ 2008 റിസഷൻ ഉണ്ടായപ്പോൾ ബാങ്കിങ് സെക്ടറൊക്കെ വളരെ ഡൗൺ ആയി. അപ്പോൾ ആ ഒരു ടൈമിലാണ് ബാങ്കിങ് സെക്ടറിനെ ഒന്നും കൂടി ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് അഡോപ്റ്റ് ചെയ്തത്? ഒരു ബേസൽ 3 അഡോപ്റ്റ് ചെയ്തത്, ഒന്നും കൂടി ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട്. 2010 2008 റിസഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 2010 എന്ത് ചെയ്തത്? ബേസൽ 3 ബാങ്കിങ് സെക്ടറിൽ അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ റിസ്ക് വെയ്റ്റഡ് അസറ്റ്, അപ്പോൾ എല്ലാ കൺട്രീൻ്റെയും റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് 10.5 ആയിരുന്നു, എക്സെപ്റ്റ് ഇന്ത്യ ഒഴികെയുള്ള എല്ലാ കൺട്രീസിൻ്റെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ബേസൽ 3 പ്രകാരം 10.5 ആക്കി. ഇന്ത്യയിലെ 11.5 റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഓക്കെ, റേറ്റ് പഠിച്ചേക്ക്. ഇന്ത്യയിൽ 11.5. പിന്നെ അതുപോലെ തന്നെ ഈ 10.5-ൽ 4.5 എന്ന് പറയുന്നത് കോമൺ ഇക്വിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കോമൺ ഇക്വിറ്റി ആയിട്ട് അല്ലേ, കോമൺ ഇക്വിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇനി ഇന്ത്യയിൽ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ 2019 അഡോപ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി 2020 മാർച്ച് 31 അഡോപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ബേസൽ 3 എന്നുള്ള മെത്തേഡ് 2020 അഡോപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? 2010 ഇത് അഡോപ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ ഇത് 2020 മാർച്ച് 31 അഡോപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഇവിടെ റിസ്ക് വെയ്റ്റഡ് 10.5 എല്ലാ കൺട്രീസിലും, ഇന്ത്യയിൽ 11.5. പിന്നെ നമ്മൾ ബേസൽ 2-ൽ പറഞ്ഞില്ലേ, ആ മെത്തേഡ്സൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. അതല്ലാണ്ട് അതിൻ്റെ അഡീഷണൽ ആയിട്ടാണ് ഇതുള്ളത്. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഒക്കെ പറഞ്ഞില്ല, അതാണ് അതിന് അഡീഷണൽ ആയിട്ടാണ് ഈ ഒരു റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ റേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ബേസൽ 1-ലൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആ അസറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ബാങ്കിൻ്റെ കേസിൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കുന്ന ലോണ് ബാങ്കിൻ്റെ അസറ്റാണല്ലേ, അതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ലോണാണ്, അത് ആർക്കാണോ ആ ലോൺ കൊടുക്കുന്നത്, ആ ബോറവർക്ക് അതൊരു ലോണാണ്. പക്ഷേ ബാങ്കിന് എന്താണ്? അതൊരു അസറ്റ് അല്ലേ, അതുകൊണ്ടാണ് അവിടെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അസറ്റ് മേലുള്ള റിസ്ക്, അതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസൽ നോംസ് ആണല്ലേ. ബേസൽ നോംസ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലേ, ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ 1974 ഈ 3 ബേസൽ 1, ബേസൽ 2, ബേസൽ 3 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ബേസൽ 1 എന്താണെന്ന് പറഞ്ഞു, ബേസൽ 2 എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ടയർ 1 എന്താ, ടയർ 2 എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ടയർ 1ഉം ടയർ 2 ഒക്കെ കറക്റ്റ് പഠിച്ചേക്കുക. അതൊക്കെ നമ്മുടെ സിലബസിലുണ്ട്. നമ്മുടെ സിലബസിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്, ദെൻ ടയർ 1, ടയർ 2 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസലിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.